എൻ്റെ പേര് വിജയലക്ഷ്മി എന്നാണ്. എനിക്ക് 4 വർഷമായിട്ട് കിഡ്നി പ്രോബ്ലമാണ്. ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞേക്കണേ. അതിന് 10 ലക്ഷം രൂപ വേണം. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നെ എല്ലാവരും സഹായിക്കണം. എൻ്റെ മക്കളോടെ കൂടെ ജീവിക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ അനിയത്തിമാരും ചേച്ചിയാണ് എന്നെ സഹായിക്കുന്നത്. എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം. ഇതെൻ്റെ അനിയത്തിയാണ്. 2 മക്കൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ടും മാത്രം ഞങ്ങൾക്ക് എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ സഹായിക്കണം. ഇതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയുടെ ചിലവ് വരുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഭക്ഷണത്തിനും കൂടി ഞങ്ങൾ ബുദ്ധിമുട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഒന്നിനും കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ജനങ്ങളും നാട്ടുകാർ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഇതിലപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് കിടക്കുന്നത്, ഇരിക്കുന്നത് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇതേപോലെ വീണ്ടെടുത്ത് ഞങ്ങളുടെ അനിയത്തിനെ ഞങ്ങൾക്ക് കൂടെ കിട്ടണം. അതിൻ്റെ സഹായം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ താമസിക്കുന്ന വിജയലക്ഷ്മി ചേച്ചിക്ക് കിഡ്നി പ്രോബ്ലമാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ് തന്നെയാണ് ഇവർക്ക് കിഡ്നി കാര്യങ്ങൾ കൊടുക്കുന്നതൊക്കെ. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 4 വർഷക്കാലമായിട്ട് ഈ ചേച്ചിക്ക് കിഡ്നി പ്രോബ്ലമാണ്. ഡയാലിസിസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിക്കുള്ള സഹായങ്ങളൊക്കെ നൽകിയിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് സർജറിക്ക് മാത്രം 5 ലക്ഷം രൂപയുടെ അടുത്താണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ തുടർ ചികിത്സ അടക്കം ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ഡോണറായിട്ടുള്ളത്. പിന്നെ ഉള്ളത് 2 മക്കളാണ്. ഇവർക്ക് ചെറിയ മക്കളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. ഇവരെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന വീടും ജപ്തിയുടെ വക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇവരുടെ പെങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസവും കാര്യങ്ങളൊക്കെ. കാരണം അതിന് ആ വീട്ടിലിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചി പറഞ്ഞത് ഞങ്ങളിൽ പണമില്ലാത്തതിൻ്റെ മുകളിൽ ഈ ഡേറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെ പോയാലും സർജറിക്ക് മാത്രം 5 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ഒരു മാർഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും നിങ്ങളൊക്കെ മുമ്പിൽ കൈ നീട്ടുന്നത്. ഈ ഒരു ഹൈന്ദവ സഹോദരിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലത്തെ പള്ളിയാണെങ്കിലും അതേപോലെ തന്നെ അമ്പലമാണെങ്കിലും എല്ലാ ആളുകളും, അതായത് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും ഇല്ലാണ്ട് എല്ലാ ജാതി മതത്തിൽപ്പെട്ട എല്ലാവരും, എല്ലാ രാഷ്ട്രീയത്തിൽ പെട്ടുന്ന എല്ലാ ആളുകളും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നത് ഞങ്ങൾക്ക് ഈ വിജയലക്ഷ്മി